വിശ്വപ്രപഞ്ചത്തിന്റെ അനന്തതയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടെങ്കിലും ഭാരതീയ ജ്യോതിഷം കൽപ്പിച്ചു നൽകിയിട്ടുള്ള 27 നക്ഷത്ര രൂപങ്ങൾ മനുഷ്യജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഈ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സങ്കീർണവും എന്നാൽ അതീവ ശക്തവുമായ ഒന്നാണ് പോരുരുട്ടാതി. ആകാശമണ്ഡലത്തിലെ കുംഭരാശിയിലും മീനരാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ പരിണാമത്തെയും വിനാശകരമായ ശക്തിയെയും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്നു. ജ്യോതിഷമനുസരിച്ച് അജൈകപാദം എന്ന ദേവതയാണ് പോരുരുട്ടാതിയുടെ അധിപൻ. ഒറ്റക്കാലിൽ നിൽക്കുന്ന ആടല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ ദേവനായാണ് ഇദ്ദേഹത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ നക്ഷത്രത്തിന്റെ സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ട്. അചഞ്ചലമായ ഏകാഗ്രതയും ലക്ഷ്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള കഠിനമായ പോരാട്ട വീര്യവും. പൂരുരുട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് വെറുമൊരു നിലനിൽപ്പല്ല, മറിച്ച് അറിവിനും ആത്മീയതയ്ക്കും സത്യത്തിനും വേണ്ടിയുള്ള നിരന്തരമായ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അവർക്ക് തുണയാകുന്നത് ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും അധിപനായ വ്യാഴം എന്ന ഗ്രഹമാണ്. വ്യാഴത്തിന്റെ സ്വാധീനം ഇവരെ ആദർശവാദികളും പണ്ഡിതന്മാരും സമൂഹത്തിന് വഴികാട്ടികളുമാക്കി മാറ്റുന്നു. എങ്കിലും പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഒരു ഇരട്ട മുഖമുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ നക്ഷത്രത്തിന്റെ പ്രതീകങ്ങളിലൊന്ന് 2 മുഖമുള്ള മനുഷ്യരൂപമാണ്. ഇതിനർത്ഥം അവർ കപടക്കാരാണെന്നല്ല, മറിച്ച് ലൗകികമായ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ആത്മീയമായ ഉന്നതി ആഗ്രഹിക്കുന്നവരാണിവർ എന്നാണ്. പുറമെ അതീവ ശാന്തരായി കാണപ്പെടുമ്പോഴും ഉള്ളിൽ വലിയ ലക്ഷ്യങ്ങളുടെയും ചിന്തകളുടെയും അഗ്നിപർവ്വതം പേറുന്നവരാണ് പൂരുരുട്ടാതിക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്രത്തെ ഉഗ്ര നക്ഷത്രങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ അവർക്ക് തന്റെ മുന്നിലുള്ള തടസ്സങ്ങളെ അഗ്നിയെപ്പോലെ ദഹിപ്പിക്കാൻ സാധിക്കും. നൂറ്റാണ്ടുകളായി മനുഷ്യൻ തന്റെ ഭാഗ്യത്തെയും ഭാവിയെയും അറിയാൻ സംഖ്യകളെ ആശ്രയിക്കാറുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഖ്യാശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ ഭാഗ്യസംഖ്യയായ 3 എങ്ങനെയാണ് ഇവരുടെ കരിയറിനെയും ബന്ധങ്ങളെയും സാമ്പത്തിക നിലയെയും സ്വാധീനിക്കുന്നത് എന്നത് ഏറെ കൗതുകകരമാണ്. ഈ സംഖ്യ കേവലം ഒരു അക്കമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും താക്കോലാണ്. സംഖ്യകളുടെയും നക്ഷത്രങ്ങളുടെയും ഈ അഭേദ്യമായ ബന്ധം മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പൂരുരുട്ടാതിക്കാരെ സഹായിക്കുന്നു. സംഖ്യാശാസ്ത്ര പ്രകാരം 2026 എന്നത് സൂര്യന്റെ ആധിപത്യമുള്ള വർഷമാണ്. വ്യാഴത്തിന്റെ നക്ഷത്രമായ പൂരുരുട്ടാതിക്കാർക്ക് സൂര്യന്റെ വർഷം എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? ആത്മവിശ്വാസത്തിന്റെ സൂര്യപ്രകാശവും അറിവിന്റെ വ്യാഴപ്രഭയും ഒത്തുചേരുമ്പോൾ പൂരുരുട്ടാതിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാകാം? സ്വന്തം ഭാഗ്യസംഖ്യയെ ഈ പുതുവർഷത്തിന്റെ ഊർജവുമായി എങ്ങനെ പൊരുത്തപ്പെടുത്താം? ഈ വീഡിയോയിലൂടെ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്കും അവരുടെ കരിയർ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിലെ ഭാഗ്യ സാധ്യതകളിലേക്കും നാം ഒരു തീർത്ഥയാത്ര നടത്തുകയാണ്. ഒപ്പം 2026 സംഖ്യാശാസ്ത്രം ഇവർക്കായി കാത്തുവച്ചിരിക്കുന്ന രഹസ്യങ്ങളും ഈ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട മുൻകരുതലുകളും നാം വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ ആ നക്ഷത്ര രശ്മികൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ വെളിച്ചം വീശുന്നുവെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ദയാലുക്കളും സത്യസന്ധരും ആദർശവാദികളും ആയിരിക്കും. എന്നാൽ ഇവർക്ക് ഇരട്ട വ്യക്തിത്വമുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. ഒരു വശത്ത് അതീവ ശാന്തതയും മറുവശത്ത് ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കഠിനമായ പോരാട്ട വീര്യവും ഇവർ പ്രകടിപ്പിക്കും. വ്യാഴം ഭരിക്കുന്ന നക്ഷത്രമായതിനാൽ അറിവിനോടും ജ്ഞാനത്തോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. അധ്യാപകർ, ഉപദേശകർ, ശാസ്ത്രജ്ഞർ എന്നീ നിലകളിൽ തിളങ്ങാൻ ഇവർക്ക് സാധിക്കും. പണത്തേക്കാൾ മൂല്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. ആരുടെയും കീഴിൽ അമർന്നു ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഇവർക്കുണ്ടാകും. ഇത് ചിലപ്പോൾ കുടുംബത്തിലോ ജോലിസ്ഥലത്തോ ചെറിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ 3 ആണ്. ഇതിന്റെ പ്രധാന കാരണം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് എന്നതാണ്. സംഖ്യാശാസ്ത്രത്തിൽ വ്യാഴത്തിന്റെ സംഖ്യയായി 3 കണക്കാക്കുന്നു. 3 എന്ന സംഖ്യ വളർച്ചയെ സൂചിപ്പിക്കുന്നു. പൂരുരുട്ടാതിക്കാരുടെ വികസനത്തിന് ഈ സംഖ്യ ഊർജം നൽകുന്നു. അറിവ് സമ്പാദിക്കാൻ 3 എന്ന സംഖ്യ ഇവരെ സഹായിക്കുന്നു. തടസ്സങ്ങൾ നേരിടുമ്പോൾ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സഹായങ്ങൾ 3 എന്ന സംഖ്യയുടെ സ്വാധീനം മൂലമാകാം. കൂടാതെ 9, 1, 5 എന്നീ സംഖ്യകളും പൂരുരുട്ടാതിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകാറുണ്ട്. എന്നാൽ 6, 8 എന്നീ സംഖ്യകൾ ഇവർക്ക് വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യയായ 3 ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പൂരുരുട്ടാതിക്കാർക്ക് സ്വയം തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഉയർന്ന പദവികളിൽ ഇരിക്കാനോ ആണ് യോഗം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കാനോ പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പിടാനോ 3, 12, 21, 30 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ്. ഉച്ചയ്ക്ക് 3 മണി അല്ലെങ്കിൽ പുലർച്ചെ 3 മണി, അതായത് ബ്രഹ്മമുഹൂർത്തത്തിന് അടുത്തുള്ള സമയം ഇവർക്ക് പോസിറ്റീവ് എനർജി നൽകുന്ന സമയമാണ്. തങ്ങളുടെ തൊഴിൽ മേഖലയിൽ 3ന്റെ സ്വാധീനം കൊണ്ടുവരുന്നത് വളർച്ചയ്ക്ക് സഹായിക്കും. സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ തുകയുടെ ആകെ തുക 3 വരുന്നത് ശ്രദ്ധിക്കുക. വാഹനങ്ങൾ വാങ്ങുമ്പോൾ നമ്പറുകളുടെ തുക 3 വരുന്നത് അപകടങ്ങൾ കുറയ്ക്കാനും ഐശ്വര്യത്തിനും സഹായിക്കും.
വീട്ടു നമ്പർ 3 ആകുന്നതോ അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക 3 ആകുന്നതോ കുടുംബത്തിൽ സമാധാനവും പുരോഗതിയും നൽകും. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് പൂജാമുറി ക്രമീകരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ഈ നക്ഷത്രക്കാർ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഭാഗ്യസംഖ്യ 1, 3, 5, 9 എന്നിങ്ങനെയാകുന്നത് പൊരുത്തം വർദ്ധിപ്പിക്കും. പങ്കാളിയുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ചകളോ 3-ാം തീയതിയോ തിരഞ്ഞെടുക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. 2026 എന്ന വർഷം പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. സംഖ്യാശാസ്ത്രപരമായി 2026 വിശകലനം ചെയ്താൽ ഈ വർഷത്തെ ഭാഗ്യ നമ്പർ 1 ആണെന്ന് കാണാം. 1 എന്നത് സൂര്യന്റെ സംഖ്യയാണ്. വ്യാഴം ആചാര്യനും സൂര്യൻ രാജാവുമാണ്. അതിനാൽ 2026 പൂരുരുട്ടാതിക്കാർക്ക് അധികാരവും അംഗീകാരവും ലഭിക്കുന്ന വർഷമായിരിക്കും. 1 എന്ന സംഖ്യ പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പാതിവഴിയിൽ നിലച്ചുപോയ കാര്യങ്ങൾ 2026 പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന പൂരുരുട്ടാതിക്കാർക്ക് 2026 മികച്ച വർഷമാണ്. ജോലി സ്ഥലത്ത് സ്ഥാനക്കയറ്റം ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഈ വർഷം അനുകൂലമാണ്. സൂര്യന്റെ ഊർജ്ജം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. സൂര്യന്റെയും വ്യാഴത്തിന്റെയും ഊർജ്ജം ഒത്തുചേരുമ്പോൾ ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായേക്കാം. ഇത് അഹങ്കാരമായി മാറാതെ ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും. 2026 മാർച്ച്, ഡിസംബർ മാസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകും. 2026 മഞ്ഞ, സ്വർണ്ണ നിറം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ഗുണകരമാണ്. മേടം നവാംശത്തിൽ ഉൾപ്പെട്ട 1-ാം പാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനമുണ്ട്. ഇവർക്ക് 3-നൊപ്പം 9 എന്ന സംഖ്യയും ഭാഗ്യം തരും. ഇവർ കൂടുതൽ ധൈര്യശാലികളായിരിക്കും. ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട 2-ാം പാദക്കാർക്ക് ശുക്രന്റെ സ്വാധീനമുണ്ടാകും. ഇവർക്ക് കലകളിലും ആഡംബരത്തിലും താല്പര്യമുണ്ടാകും. 3-നൊപ്പം 6 എന്ന സംഖ്യയും അനുകൂലമാണ്. മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട 3-ാം പാദക്കാർക്ക് ബുധന്റെ സ്വാധീനമാണ് ഉണ്ടാവുക. ആശയവിനിമയത്തിൽ മിടുക്കരായിരിക്കും. 3-നൊപ്പം 5 എന്ന സംഖ്യ ഇവർക്ക് ഭാഗ്യം നൽകും. കർക്കടക നവാംശത്തിൽ ഉൾപ്പെട്ട പൂരുരുട്ടാതി 4-ാം പാദക്കാർക്ക് ചന്ദ്രന്റെ സ്വാധീനമാണ് ഉള്ളത്. അതീവ വികാരധീനരും ആത്മീയ ചിന്താഗതിയും ഉള്ളവരുമായിരിക്കും ഇവർ. ഇവർക്ക് 3-നൊപ്പം 2 എന്ന സംഖ്യയും അനുകൂലമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഭാഗ്യസംഖ്യയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ ചില പരിഹാരങ്ങൾ ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ല ബലം നൽകും. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ പുസ്തകങ്ങളോ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്കും ഭാഗ്യസംഖ്യയുടെ ഗുണബലത്തിനും സഹായിക്കും. ഭാഗ്യസംഖ്യയായ 3-ന്റെ ഗുണം ലഭിക്കാൻ പുഷ്യരാഗം ധരിക്കുന്നത് നല്ലതാണ്. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. പശുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് പൂരുരുട്ടാതിക്കാർക്ക് വലിയ പുണ്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജന്മനാ തന്നെ ബുദ്ധിശാലികളും നേതൃത്വ ഗുണമുള്ളവരുമാണ്. ഭാഗ്യസംഖ്യയായ 3 നിങ്ങളുടെ ജീവിതത്തിലെ വഴികാട്ടിയാണ്. 2026 എന്ന വർഷം സൂര്യന്റെ ഊർജ്ജവുമായി ഒത്തുചേരുമ്പോൾ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ആസൂത്രണത്തോടെയുള്ള ഭാഗ്യസംഖ്യകളെ കൂട്ടുപിടിക്കുക. ആത്മവിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും പ്രവർത്തിച്ചാൽ 2026 നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ വർഷമായി മാറുമെന്നതിൽ സംശയമില്ല. വ്യാഴത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.